പ്രധാന വാർത്തകൾ. വടകര പെൺവാണിഭ കേസിൽ മന്ത്രി കുഞ്ഞുമൊയ്തീനും ഉൾപ്പെടുന്നു. റിട്ടയർഡ് ഡിവൈഎസ്പി രാമരാജൻ. കുട്ടിക്കാനം ആദിവാസി മേഖലയിൽ ഭൂമാഫിയ തരപ്പെടുത്തിയത് 420 വ്യാജ പട്ടയങ്ങൾ. വാർത്തകൾ വിശദമായി. വടകര വണ്ടി ഒരു സെക്കൻഡ് റിവേഴ്സ് ഗിയർ വീണു തോന്നുന്നു. ഈ വണ്ടിക്ക് റിവേഴ്സ് ഗിയർ ഇല്ല സാർ. വേണമെങ്കിൽ യു ടേൺ എടുക്കാം. വേണു, ഒരു യു ടേൺ എടുക്കാം. എന്തായാലും മാർക്കറിയാത്ത ഏരിയല്ലേ, ഒരു കഥയ്ക്ക് സ്കോപ്പ് ഉണ്ടെങ്കിലോ. എടുക്കണോ? ചുമ്മാ എടുക്കടാ സർ. പ്ലീസ് സർ. ഒരു 5-5.5 കൊല്ലം മുമ്പ് 7 ദിവസം നീണ്ടുനിന്ന നിരാഹാരത്തെ തുടർന്ന് അവശനിലയിലായ കവയത്രിയും സാമൂഹ്യ പ്രവർത്തകയുമായ രാധാദേവിയെ അറസ്റ്റ് ചെയ്ത് പോലീസ് ആശുപത്രിയിലാക്കിയിരിക്കുകയാണ്. ചമ്പക്കര മാലിന്യ പ്രശ്നത്തിൽ ജില്ലാ ഭരണകൂടത്തിന്റെ അടിയന്തര നടപടി ആവശ്യപ്പെട്ട് പൗരസമിതി നടത്തുന്ന സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് രാധാദേവി നിരാഹാരം ആരംഭിച്ചത്. കിട്ടിയോ സാർ? പോലീസ് അങ്ങോട്ട് അടുപ്പിക്കുന്നേ ഇല്ല. എന്താ കമ്മീഷണർ പെർമിഷൻ? അവർക്ക് ബോധം വീണ് കഴിഞ്ഞാൽ അവർക്കൂടെ താല്പര്യമുണ്ടെങ്കിൽ 1 മണിക്കൂർ ഇന്റർവ്യൂ. സാർ കാഷ്വാലിറ്റിയിലേക്ക് പോവാം. ഞാനാ ഈ ഉണക്ക ഇന്റർവ്യൂ ഷൂട്ട് ചെയ്യാൻ? ഞാനാ മോന്തയ്ക്ക് ക്യാമറ ഓൺ ചെയ്ത് വെച്ചിട്ട് മാറി നിന്ന് ബോറടിക്കാൻ ഞാൻ? പോടാ, നിങ്ങളുമായി ഷൂട്ട് ചെയ്താൽ മതി. സാർ സാറിന്റെ പേരിലല്ലേ പെർമിഷൻ? റോയിറ്റേഴ്സ് വേണോ? സാറില്ലെങ്കിൽ പോലീസുകാരോടൊക്കും. ഒന്ന് തുടങ്ങി വെച്ചിട്ട് സാർ പോയിക്കോ. ഇത് വെറുതെ മനുഷ്യനെ. വാ. പറ്റില്ല, ഇന്റർവ്യൂ എടുക്കാനൊന്നുമല്ല. അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് ജനങ്ങൾക്ക് അറിയണം. കാണാൻ പറ്റില്ല. അതാ ചോദിച്ചത്, എന്തുകൊണ്ട് പറ്റില്ല? പറ്റില്ല, അത്ര തന്നെ. പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഏതാടാ ഈ ആവേശകുമാരി? രേണുക, ജൂനിയർ റിപ്പോർട്ടർ, ഭാരത് വിഷൻ. തുടക്കത്തിന്റെ ആവേശ തെമ്മാടിത്തരം കാണിക്കുന്നോടി ചൂലെ. പോലീസുകാരെ കൈ വെക്കുന്നുണ്ട്. പെണ്ണുങ്ങളെ ഡീൽ ചെയ്യാനല്ലോടോ കോപ്പെ വനിതാ പോലീസിനെ നടത്തിയിരിക്കുന്നത്. പിന്നെ അതിന്റെ ഇടയ്ക്ക് നീ എന്തിനാ ഉണ്ടാക്കുന്ന? ചുരുട്ടി കൂട്ടി വണ്ടിയെ ഈ പട്ടിയെ പത്രക്കാരെ കൈ വെക്കുന്നതാ പന്നി. അടിച്ചു കൊള്ള ഈ നായിന്റെ പോലെ. വേണു സാറാ? റൈറ്റേഴ്സിന്റെ വേണോ? എന്നിട്ട് എന്താ? റിപ്പോർട്ടർ രേണുകയെ ഡിവൈഎസ്പി സോമരായൻ സാറ് മുഖത്ത് പിടിച്ച് തളർന്ന് കണ്ടു. എന്നിട്ട് ഞാൻ വളരെ മയത്തില് മര്യാദയ്ക്ക് ഡിവൈഎസ്പി സാറിനോട് ചോദിച്ചു, ബഹുമാനപ്പെട്ട സാർ, ഒരു പെൺകുട്ടിയോട്, അതൊരു മാധ്യമ പ്രവർത്തകയോട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് ശരിയാണോ എന്ന്. അപ്പൊ അദ്ദേഹം എന്നോട് പറയാണ്, അതൊക്കെ ചോദിക്കാൻ നീ ആരടാ ഇങ്ങനെ വെച്ചിട്ട് മോനെ എന്ന് ചോദിച്ച് ചെവിട്ടതൊരൊറ്റ അടി. പിന്നെ ഇവിടെ ഈ നെഞ്ചിന്റെ ഈ ഭാഗത്ത് ഒരു ഒറ്റ ചവിട്ടും. പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല സാർ. പ്ലീസ്, എനിക്കൊന്നും ഓർമ്മയില്ല. എഴുതിയോടോ സാർ? ഓക്കെ ഡോക്ടർ. ഗുഡ് സർട്ടിഫിക്കറ്റ് റെഡിയാണ്, അത് വാങ്ങിച്ചോളൂ. ഓക്കെ. പിന്നെ എങ്ങനെയുണ്ട്? പെയിനുണ്ടോ? ഉണ്ട്, മെഡിക്ലെയിം ഒക്കെ ഉണ്ട്. പെയിൻ ഉണ്ടോന്നാ ചോദിച്ചത്. പെയിൻ ഉണ്ട്. ഇതിങ്ങനെ മൂടി കെട്ടി വെച്ചിരിക്കുന്നുണ്ട്. അവിടെ നിന്ന് പറഞ്ഞിട്ടൊന്നും കേൾക്കുന്നില്ല. അത് അഴിച്ചു മാറ്റിയാലും ആ ചെവിനി കേൾക്കില്ല. അല്ല, വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ ഡോക്ടറെ? ഇയർ ഡ്രം ടോട്ടലി ഡാമേജ്ഡാണ്. ഇനിയിപ്പോൾ ഹിയറിംഗ് എയ്ഡ് വെക്കേണ്ടി വരും. സാവധാനം ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി. ഓക്കെ. അതെ, നീ ടെൻഷനാവരുത്. നീ ടെൻഷനാവരുത്. കേൾക്കുമ്പോൾ കുറച്ച് വിഷമമൊക്കെ ഉണ്ടാവും. എന്നാലും എങ്ങനെ പറയേണ്ടത് എനിക്ക് ഡോക്ടർ എന്താ ഇത്? ഒരുമാതിരി അവിഞ്ഞ സിനിമ കാണുന്ന പോലെ മുക്കിയും മൂളിയും. എനിക്ക് ക്യാൻസറാണ്, എനിക്ക് ബ്ലഡ് ക്യാൻസറാണ് ചേട്ടാ എന്നൊക്കെ പറഞ്ഞ എന്താന്ന് വെച്ചാൽ പറഞ്ഞ കളിക്കടാ പൊട്ട. ഞാനല്ലടാ പൊട്ടൻ, ഇപ്പൊ നീയാ പൊട്ടൻ. നിന്റെ ആ ചെവി നീ കേക്കില്ലടാ ഒരിക്കലും. അത് കേൾക്കണമെങ്കിലേ മറ്റേ സുനാപ്പിളി വെക്കണം, ഹിയറിംഗ് എയ്ഡ്. അതാ പറഞ്ഞത്.
അപ്പൊ ഇത് പോയി കിട്ടി. പ്രേമിച്ച പെണ്ണിന് പണ്ട് ചെവി മുറിച്ചു കൊടുത്തിട്ടുണ്ട് ചിത്രകാരൻ വേണ്ട. ഒരു പ്രേമവും മണ്ണാങ്കട്ടെ ഇല്ലാതെ നിനക്ക് ഞാൻ എന്റെ ചെവി തന്നില്ലേ കൊച്ചേ. നന്ദി വേണം കേട്ടോ. നന്ദി നന്ദി വേണം. നീ പറഞ്ഞ സാധനം ഉണ്ടല്ലോ, നന്ദി അല്ല പ്രേമം, അതിനി ഉണ്ടായാലും മതി, കാര്യങ്ങളൊക്കെ ഒത്തു വരും. അതൊക്കെ ഇനി ഒത്തു. ഇപ്പൊ തന്നെ ഓൾറെഡി ലേറ്റാ. എന്നാ ഒരു ടാക്സി വിളിച്ചു വരാൻ പറയടാ. Okay. ഇയാൾ ഉണ്ടാക്കാതെ പോയെ. വേണു വേണു. എന്റെ പൊന്നോ, അവിടെ നിന്ന് അങ്ങോട്ട് എന്തായിരുന്നു പ്രേമെന്നൊന്നുമല്ല പറയേണ്ടത്, ഞെരമ്പ് കുട്ടി വരെ ഒരു പോക്കല്ലായിരുന്നു രണ്ടും കൂടെ. അങ്ങനെ ഒരു പ്രണയത്തിന് ഈ പോലീസുകാരൻ കാരണമായി. ബാക്കി കഥ ഞാനില്ലല്ലോ. അപ്പോ ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. എന്നിട്ട് എന്നിട്ട് ഹേയ്, ഇതെവിടെയായിരുന്നു? അയ്യോ, മിനിസ്റ്ററുടെ പ്രസ് മീറ്റ് തുടങ്ങാറായി. ഞാൻ വിളിക്കാം. അത്യാവശ്യ ഒരു എക്സ്ക്ലൂസീവ് ഏ? ഉടനെ കവർ ചെയ്യണം. എന്താ വിഷയം? പറയാം, നീ വേഗം വാ, ഞാൻ പുറത്തുണ്ട്. മോണിച്ച, അതെ, ഒരു എക്സ്ക്ലൂസീവ്. ഞാൻ അങ്ങോട്ട് പോവാ. അപ്പൊ കവർ ചെയ്യാൻ ഞാൻ വരണ്ടേ? ഇത് കവർ ചെയ്യുന്നതേ വേണു സാറാ, റോയിറ്റേഴ്സിന്റെ വേണു. ക്യാമറാമാൻ വേണുവിനോടൊപ്പം രേണുക. വാ, കേറ്. എന്താ എക്സ്ക്ലൂസീവ്? ഒക്കെ പറയാം. ഇതേതാ സ്ഥലം? കെൽവിൻ ജോസഫിന്റെ ഗസ്റ്റ് ഹൗസ്. ഋഷിയുടെ പുതിയ ചാനലല്ലേ, അതിനെ ഫണ്ട് ചെയ്യുന്ന കക്ഷി അത് തന്നെ. എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞിട്ട്? അതെ, ഇവിടെ വേറെ ആരുമില്ല, നമ്മൾ രണ്ടുപേരും മാത്രം. എക്സ്ക്ലൂസീവിന് അങ്ങനെ ഒരു അർത്ഥം ഉണ്ടല്ലോ. വാ വരാൻ. ഈ വേണു, വേണു, വിട്. അല്ല, എന്താ ഉദ്ദേശം? അതെന്റെ ദുരുദ്ദേശം. ഉവ്വ, അതങ്ങേ പള്ളി പോയി പറഞ്ഞാ മതി. ഓ അത് അയ്യോ വേണ്ട, വേണ്ടെന്നേ. കല്യാണത്തിന് മുമ്പ് അതൊന്നും വേണ്ടെന്നേ. അതാണോ ഉദ്ദേശിച്ചത്? അങ്ങനെയാണെങ്കിലേ തൽക്കാലം എനിക്ക് അങ്ങനെ ഒരു ഉദ്ദേശവും ഇല്ല. പിന്നെ അതെന്താ ഇല്ലാന്ന് പറഞ്ഞപ്പോ നിനക്കൊരു നിരാശ? അയ്യടാ, നിരാശ. ഏയ്, യ്യോ. നിനക്ക് കുക്കിംഗ് അറിയാം? അത്യാവശ്യം. ഓക്കെ, എവിടെ കിച്ചൺ? ദാ അവിടെ. എന്താ വേണ്ടേ, ടീയോ കോഫി? അതിനു മുമ്പ് നീ എന്റെ പാട്ട് കേട്ടിട്ടുണ്ടോ? പാട്ടോ? ആ, മ്യൂസിക് ട്രാക്ക് കരോക്കി. കുട്ടി, നമ്മൾ ജീവിതത്തിൽ അടിക്കടി നേരിടേണ്ടി വരുന്ന രണ്ട് ഭീകര പ്രശ്നങ്ങളുണ്ടാവും. ഒന്ന് നിന്റെ കുക്കിംഗ്, രണ്ട് എന്റെ പാട്ട്. ഇന്ററാക്ഷൻ നമുക്ക് അവിടുന്ന് തുടങ്ങാം. എന്നിട്ട് സാറെന്താ മൂഡ് ഓഫ് ആയത്? ഒരു സങ്കടം പോലെ. കുഞ്ഞാ വേണ്ടാത്ത എന്റെ ദുഃഖം, അനപത്യത ദുഃഖം എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഡോക്ടർമാരെന്ത് പറഞ്ഞു? ഓ, ഒരു കാര്യമില്ല. കാണിച്ചിട്ട് കാര്യമില്ല. കാര്യത്തിലോട്ട് കിടക്കാതെ എങ്ങനെയാണ് കുട്ടികളുണ്ടാവാ? ദുഷ്ടപിശാച്, രാക്ഷസി, രക്തരക്ഷസ്, വഞ്ചകി. ഡാ, നീ മിണ്ടിപ്പോരുത്. ഞാൻ മിണ്ടും, അവള് വഞ്ചിച്ച് എന്റെയും കൂടെ. ബാക്കി ഞാൻ പറയാം. ഭാരതവർഷം വിട്ടിട്ട് ഞാൻ സ്വന്തം ചാനൽ തുടങ്ങുന്ന സമയം NBA ചാനൽ ലോഞ്ചിന് 3-4 ദിവസം മുമ്പ് കാമുകനും കാമുകയും കൂടെ പ്രേമിച്ച് തളർന്ന് കല്യാണം രജിസ്റ്റർ ചെയ്യുന്നതിന്റെ തലേ ദിവസം പ്രമുഖ വ്യവസായിയും പ്രവാസി മലയാളിയുമായ രാജൻ കർത്തയെ കേരളത്തിൽ നിന്നുള്ള രാജ്യസഭാ സ്ഥാനാർത്ഥിയാക്കാൻ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വം തീരുമാനിച്ചു. സംസ്ഥാന പ്രസിഡന്റും അടുത്ത തിരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയുമായ ശ്രീ ഭരതൻ പിള്ളയാണ് കേരള ഘടകത്തിലെ എല്ലാ എതിർപ്പുകളെയും അവഗണിച്ച് കർത്തയുടെ സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടി കേന്ദ്ര നേതൃത്വത്തിൽ സമ്മർദ്ദം ചെലുത്തിയത്. കേരളത്തിൽ നിന്ന് നിലവിൽ പാർട്ടിക്ക് ഒരു MP പോലും ഇല്ലാത്ത സാഹചര്യത്തിൽ രാജൻ കർത്തയ്ക്ക് കേന്ദ്രമന്ത്രി ഇതൊരു നല്ല സൂചനയാണല്ലോ. രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. വാർത്തകൾ ഇതുപോലെ പൊട്ടിവിടരുന്ന സാഹചര്യത്തിലാണല്ലോ നമ്മുടെ ചാനലിന്റെ തുടക്കം. സ്ക്രീനിൽ നിറയ്ക്കാൻ വാർത്തകൾക്ക് ഒരു ക്ഷാമവും ഉണ്ടാവില്ല. അത് ശരിയാ, പക്ഷെ ജോസേട്ടൻ പറയുന്ന അർത്ഥത്തിലല്ല. എന്തായാലും ഇന്നു മുതൽ എല്ലാ ന്യൂസ് ചാനലുകളുടെ മെയിൻ ഫോക്കസ് രാജൻ കർത്തയിലും ഭരതൻ പിള്ളയിലും ആയിരിക്കും. വ്യൂവേഴ്സിന്റെ മുഴുവൻ അറ്റൻഷൻ ഡൈവേർട്ട് ചെയ്യുന്ന ഒരു സർപ്രൈസിംഗ് എക്സ്ക്ലൂസീവ് സ്റ്റോറിയുമായിട്ട് മറ്റന്നാൾ നമ്മൾ ഓണറും. ഗുഡ്. ഓൾ അതർ ചാനൽസ് ആർ ബാഫിൽഡ്. അല്ല, അതിനുള്ള സ്റ്റോറി 4 ഡിഫറെന്റ് എക്സ്ക്ലൂസീവ് സ്റ്റോറീസ് റെഡിയാണ്.
ഏത് വേണം നമ്മൾ തീരുമാനിക്കും. 2 ദിവസം കൊണ്ടുണ്ടല്ലോ. സഞ്ജു കൂടുതൽ സർപ്രൈസിംഗ് ആയിട്ടുള്ള എക്സ്ക്ലൂസീവ് വീണ് കിട്ടാനുള്ള സാധ്യത അത് തള്ളിക്കളയാൻ പറ്റില്ല. വേണു ആ മണവാളിനെത്തിയോ? അറിയില്ലേ വേണു? വെളിച്ചപ്പാടിന് ആരാണ് അറിയാത്തത്? കെൽവിൻ ജോസഫിന്റെ പാർട്ണർ. എനിക്കറിയാം. പിന്നെ ഒരുപാട് കാശൊന്നും ഡമ്പിയല്ലേ, ഇവൻ പലതും പറയും. വാ. ഞങ്ങളുടെ കല്യാണമാണ് നാളെ, പക്ഷെ ക്ഷണിക്കുന്നില്ല. രജിസ്റ്റർ മാരേജ് ആണ്. ഋഷി പറഞ്ഞു കൺഗ്രാറ്റ്സ്. താങ്ക്സ്. എടാ അതെ, ഒപ്പിടൽ മാത്രമേ ഉള്ളൂ നാളെ. ഇനി 1 മാസത്തേക്ക് രേണുവിനെ പ്രതീക്ഷിക്കരുത്. ഞങ്ങളുടെ സബ് എഡിറ്ററാ. നിലത്ത് നിൽക്കടാ ചക്ക, തുടങ്ങാൻ പോകുന്നല്ലേ ഉള്ളൂ. വലിയൊരു ചാനലുകാരൻ. ചെല്ല് ചെല്ല്. നന്നായിട്ട് നടത്തണമെന്നുണ്ടായിരുന്നു അച്ഛന്. കെട്ടി ഒരുങ്ങി പൂമാലയിട്ട് ഇങ്ങനെ ഇളിച്ചു നിൽക്കാൻ വേറെ ആളെ നോക്കണം. ഞാൻ അച്ഛന്റെ ഒരു ആഗ്രഹം പറഞ്ഞതാ. എന്നാ നിന്റെ അച്ഛന് വേണ്ടി വേറെ ആളെ നോക്കാം. അതിന് എന്റെ അമ്മ സമ്മതിക്കുമോ? ഈശ്വര, ഇങ്ങനെ ഒരു മുള്ളു മുരിക്കും. ഞാൻ മുരിക്കാണോടി? ആണോ? ഞാൻ മുരിക്കും പോവല്ലേടി. അതെ, നാളെ വൈകുന്നേരം വരെ ഒന്ന് ക്ഷമിച്ചൂടെ? ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടിരിക്കാം. ഋഷി, ഞാൻ ഒന്നും കൂടെ പറയുകയാണ്. ചാനൽ ഉടമ എന്ന അലങ്കാരത്തിന് വേണ്ടിയല്ല ഞാൻ കാശ് മുടക്കുന്നത്. ബിസിനസ്. എനിക്ക് ആരോടും, മീൻസ് പാർട്ടിയോ മതമോ ഒന്നിനോടും ഒരു അലീജിയൻസും ഇല്ല. റേറ്റിംഗ്, വാർത്തയുടെ വിറ്റുവരവ്, അത്രേ ഉള്ളൂ. ഒപ്പം നീ ആഗ്രഹിക്കുന്ന മാക്സിമം സ്വാതന്ത്ര്യം. കറക്റ്റ് ലൈൻ. അല്ലെങ്കിൽ തന്നെ ആരോടാണ് പ്രതിബദ്ധത? അന്തിക്ക് മുമ്പേ ജോലിയും കഴിഞ്ഞ് വന്ന് കുളിച്ച് കക്ഷത്തി സ്പ്രേയും അടിച്ച് കൊച്ചുങ്ങൾ ഉറങ്ങാൻ കാത്തിരുന്ന് ഉഷ്ണിക്കുന്ന ഉണ്ണാക്കന്മാർക്ക് 2 മണിക്കൂറിനുള്ള നേരം പോക്കാണ് ഞങ്ങൾ ഈ ചാടി മറിഞ്ഞ് വേർത്തെടുക്കുന്ന വിഷ്വൽസും വാർത്തകളും. പോവാൻ പറ. ആറ്റിറ്റ്യൂഡ് പ്രോബ്ലം ഇതൊന്നും കാണണം. കാണും. ഇനി ഈ ആറ്റിറ്റ്യൂഡ് മാറിയ നീ തരുന്ന പൈസയ്ക്ക് നിന്റെ ചാനലിന് വേണ്ടി ഞാൻ വർക്ക് ചെയ്യും.